വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു 1 ഇയറോളം അടുപ്പിച്ചായിട്ടുണ്ടാവും ഞാൻ ചിലപ്പോൾ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇട്ടിട്ട്. ടൈം കിട്ടാത്തതുകൊണ്ടാണ്, ജോലിക്ക് പോകുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീടൊക്കെ മാറി. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് വീഡിയോസ് ഒന്ന് ചവിട്ടി നിർത്തിയിരുന്നത്. അപ്പോൾ വിചാരിച്ചതാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസേഴ്സ് ഫോർ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്, എസ്പെഷ്യലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ള കുറച്ച് ഓയിലി സൈഡിലോട്ട് ചാഞ്ഞിട്ടുള്ള സ്കിൻ. അപ്പൊ എനിക്ക് സ്കിൻ എന്ന് പറയുമ്പോൾ എന്റെ ടീസോൺസ് എപ്പോഴും ഓയിലി ആയിരിക്കും. ഇപ്പോഴും നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും, അത്തരത്തിൽ എപ്പോഴും ഓയിലി ആയിട്ടാണ് ഇരിക്കാറ്. സോ ഒരു കോമ്പിനേഷൻ കൈൻഡ് കുറച്ചും കൂടി ഒരു ഓയിലി. അപ്പം അത്തരത്തിലൊരു സ്കിൻ ടൈപ്പിന് ഏതൊക്കെ മോയ്സ്ചറൈസേഴ്സ് ആണ് സ്യൂട്ടബിൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്തിരുന്നു. സോ ഞാൻ അനുസരിച്ച് എന്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയർ വന്നിട്ട് എപ്പിഡെർമിസ് ആണ്. സോ ഈ എപ്പിഡെർമിസിലോട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് സ്കിൻ കെയർ പ്രോഡക്ട്സ് ലെയർ ചെയ്യുമ്പോൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് നമ്മൾ സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ട് റുട്ടീൻ ആയിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യും. ദെൻ അതിനുശേഷം ടോണർ യൂസ് ചെയ്യും. ടോണർ യൂസ് ചെയ്തിട്ട് ഒരു എസെൻസിന് ശേഷം ഒരു സിറം, ആൻഡ് സിറത്തിന് ശേഷം മോയ്സ്ചറൈസർ. ആൻഡ് ഇഫ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് യൂസ് ചെയ്തില്ല, സിറം ഒന്നും യൂസ് ചെയ്തില്ല, എസെൻസ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുൻപ് ഒരു ടോണർ അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് പ്രെപ്പ് ആയിട്ടിരിക്കും. ആ ഒരു മോയ്സ്ചറൈസർ പെട്ടെന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് പെനട്രേറ്റ് ചെയ്തിരിക്കാൻ ഒന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മളൊരു ടോണർ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ. ആൻഡ് എസെൻസ് ആൻഡ് സീറം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സോ എസെൻസ് എന്ന് പറയുന്നത് സിറത്തിനേക്കാളും കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കുറഞ്ഞ കൈൻഡ് ഓഫ് സ്കിൻ കെയർ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇസെൻസ്. സോ ഇസെൻസിന് ശേഷം കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് കൊടുക്കണം, നമ്മുടെ സ്കിന്നിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സിറം. സോ ആ സിറത്തിന് ശേഷം നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. സോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സിറത്തിന്റെ അബ്സോർപ്ഷൻ കുറച്ചും കൂടി ഇൻക്രീസ് ആവും. സോ സിറത്തിന് ശേഷം ഉറപ്പായിട്ട് ഒരു മോയ്സ്ചറൈസർ ഇടുക. ആൻഡ് ഡേ ടൈമിൽ നിങ്ങൾ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറിന് ശേഷം ഒരു സൺസ്ക്രീൻ കൂടി ഇട്ട് ആ ഒരു കംപ്ലീറ്റ് റുട്ടീൻ വൈൻഡപ്പ് ചെയ്യുക. എന്റെ കോമ്പിനേഷൻ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ പ്രോഡക്ട്സ് സ്കിൻ കെയർ മോയ്സ്ചറൈസേഴ്സ് ആണ് കേട്ടോ. സോ ഒരു 5 ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ 4 ഉള്ളൂ, ഒരെണ്ണം കൂടി ഉണ്ട്. സോ ഇതൊക്കെ എന്റെ വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സോ എന്നാലും ഓരോ മോയ്സ്ചറൈസേഴ്സും എങ്ങനെയാണ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് അതൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു. ഒരു റെക്കമെൻഡേഷൻ പോലെയോ ഇതൊരു പെയ്ഡ് കൊളാബറേഷനോ അങ്ങനെ ഒന്നുമല്ല. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പ്ലമ്മിന്റെ ഈ ഒരു റൈസ് വാട്ടർ പ്ലസ് നയാസിനമൈഡ് ആണ്. സോ ഒരു മോയ്സ്ചറൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നില് മോയ്സ്ചറൈസർ ചെയ്യുന്ന ഒരുപാട് കൈൻഡ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. ഹൈഡ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ്, ബാരിയർ റിപ്പയർ, ആക്നെ പ്രിവെൻഷൻ, ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഓരോ മോയ്സ്ചറൈസർ എന്നല്ല, ബേസിക്കലി മോയ്സ്ചറൈസേഴ്സിന്റെ ഒരു കൈൻഡ് ഓഫ് ഫങ്ഷൻസ് ആണ് ഇതെല്ലാം. സോ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സിലൊക്കെ ഉള്ള കണ്ടന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലോറോണിക് ആസിഡ്, നയസിനമൈഡ്, വിറ്റാമിൻ സി അല്ലെങ്കിൽ സിറമൈഡ്സ്, ഇവരൊക്കെ കോമ്പിനേഷനിൽ വരുന്ന പ്രോഡക്ട്സ് നമുക്ക് സ്യൂട്ടബിൾ ആണ്. നമ്മുടെ നമ്മുടെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണ്. സോ എല്ലാ ബ്രാൻഡ്സിന്റെ പ്രോഡക്ട്സും നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ സ്കിന്നിന് പറ്റൂല. അപ്പൊ എന്റെ സ്കിന്നിനെ സംബന്ധിച്ച് ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്താൽ നെക്സ്റ്റ് ഡേ എനിക്കൊരു പിമ്പിൾ പൊപ്പാവും. സോ അങ്ങനെയുള്ള സ്കിന്ന് ഉള്ള ആളുകൾ, അപ്പം സെൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സെൻസിറ്റീവും അല്ല, എന്നാൽ ഇതുപോലെ എനിക്ക് പറ്റില്ല, എന്റെ സ്കിന്നിന് പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് ഡേ റിയാക്ഷൻ എന്റെ മുഖത്ത് കാണും. സോ അത്തരത്തിൽ ഈ കാണിക്കുന്ന ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടും എനിക്ക് അത്തരത്തിലൊരു പ്രശ്നം വന്നിട്ടില്ല. ഇറിറ്റേഷൻസോ ചൊറിച്ചില്, റെഡ്നെസ് അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല. സോ അതുപോലെ ഞാൻ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് എനിക്ക് പ്രശ്നങ്ങളൊന്നും വരാണ്ട് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കാണിക്കുന്നത്. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് പ്ലമ്മിന്റെ നയസിനമൈഡ് പ്ലസ് റൈസ് വാട്ടർ. ഇത് ബേസിക്കലി ഒരു ജെൽ ബേസ്ഡ് വാട്ടർ കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ ആണ്. ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ വാട്ടർ ബേസ്ഡ് ആണ്. സോ ഇതൊരു ജെൽ പോലാണ് ഇരിക്കുന്ന, ഒരു വൈറ്റ് ജെൽ പോലെ.
ഇതിപ്പോ ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്ത്. ദാ ഇതുപോലൊരു തിക്കല്ലാത്തൊരു ഒരു ലൂസ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ലൈക്ക് കൺസിസ്റ്റൻസി ആണ്. ഒരുപാട് ഫ്ലൂയിഡും അല്ല, എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ ദാ കണ്ടോ നല്ലപോലെ അബ്സോർബ് ആയി പോകും. ഒട്ടും സ്റ്റിക്ക് ആവില്ല, നോൺ സ്റ്റിക്കി ആണ്. പിന്നെന്താ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു മണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ജസ്റ്റ് ഒരു മണം ഉണ്ട്. ബട്ട് അതൊരു ഫ്രാഗ്രൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. സോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് നമ്മുടെ ബ്ലെമിഷസ് കുറയ്ക്കും, സെബം ഓവർ പ്രൊഡക്ഷൻ കുറയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഓയിൽനെസ് കുറച്ച് കുറയ്ക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ നല്ലപോലെ ഹൈഡ്രേഷൻ തന്നിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. സോ ഇത് നല്ലൊരു ചോയ്സ് ആണ്. ഇൻ കേസ് നിങ്ങൾ അത്തരത്തിലൊരു മോയ്സ്ചറൈസർ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഇഫ് യു ഹാവ് എ കോമ്പിനേഷൻ ടു ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് ഇപ്പൊ ഞാൻ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഡോട്ട് ആൻഡ് കീയുടെ 72 അവർ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസിംഗ് ജെല്ലാണ്. ഹൈഡ്രേറ്റിംഗ് ജെല്ലാണ്. ആക്ച്വലി ഇതൊരു പ്രോബയോട്ടിക്സ് ഒക്കെ വരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ആൻഡ് ഇതിനും ഒരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി തന്നെയാണ്, വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസി. ആൻഡ് ഇത് പൊതുവെ ഞാൻ ഏതൊരു പ്രോഡക്റ്റ് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി എനിക്ക് കൊളാബ് കിട്ടിയതാണെങ്കിലും ഇത് ഞാൻ ഇതിന് മുൻപേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രോഡക്റ്റ് ഓൾറെഡി ഇപ്പോൾ ഒരു സാമ്പിൾ സൈസ് മേടിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് ശേഷം കുറെ നാളിന് ശേഷമാണ് എനിക്ക് വീണ്ടും ഈ ഒരു പ്രോഡക്റ്റ് കൊളാബായിട്ട് കിട്ടിയത്. സോ നെക്സ്റ്റ് ടൈം ആദ്യം കിട്ടിയ ആ ഒരു പ്രോഡക്റ്റിന്റെ ഫോർമുലേഷനേക്കാളും ഇപ്പൊ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ആദ്യത്തെ തവണയൊക്കെ അവരെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു മണം ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണം ഇല്ല. നല്ലൊരു എന്താ കുറച്ചുകൂടി ഒരു വൈറ്റ് കളർ ആയിരുന്നു ഫസ്റ്റ് ഫോർമുലേഷൻ. ഇപ്പൊ കുറച്ചുകൂടി ഒരു ബ്ലൂ കൈൻഡ് ഓഫ് കളറാണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. നല്ലൊരു മേക്കപ്പിന് നല്ലൊരു ബേസ് പോലെ നമുക്കൊക്കെ തരും. യെസ്, ഇറ്റ്സ് സൂപ്പർ ഹൈഡ്രേറ്റിംഗ് എന്ന് പറയാം. നല്ല പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, നോൺ സ്റ്റിക്കി ആണ്. ആൻഡ് അത് മാത്രമല്ല, ബേസിക്കലി ഞാൻ പറയുന്ന ഈ ഒരു മോയ്സ്ചറൈസേഴ്സിനൊന്നും പൊതുവേ എന്റെ സ്കിന്നിൽ ഞാൻ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അത് എനിക്ക് ഓപ്പൺ പോർസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോർസ് ക്ലോഗ് ആയിട്ട് എനിക്ക് എന്താ ഞാൻ പെട്ടെന്ന് വിയർക്കും. ഇപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് ഇട്ടിട്ടില്ല, ബട്ട് ചില ഒരു ചൂടുള്ളതുകൊണ്ട് ഞാൻ വിയർക്കുന്നുണ്ട്. ബട്ട് ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അതുപോലെ പോർസ് ക്ലോഗ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ എക്സസ് ആയിട്ട് സ്വെറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ഈ കാണിക്കുന്ന ഒരു മോയ്സ്ചറൈസറും എനിക്ക് അതുപോലെ ആ ഒരു വിയർക്കുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പൺ പോഴ്സ് ഉള്ള ഒരാളാണെങ്കിൽ കൂടി ഇത് യൂസ് ചെയ്യാം. ഈ പ്രോഡക്ട്സ് ഒക്കെ ഇത് അത്യാവശ്യം നല്ലപോലെ നമുക്ക് ഹൈഡ്രേഷൻ തരും, നല്ലപോലെ അബ്സോർബ് ആകും. പിന്നെന്താ അടിപൊളിയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അടുത്തത് വന്നിട്ട് ഇത് എന്റെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇത് വേണമെങ്കിൽ ഒരു അണ്ടർ റേറ്റഡ് മോയ്സ്ചറൈസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദിസ് ഇസ് എർത്ത് റിതംസ് അഡ്വാൻസ്ഡ് സെൽ റിപ്പയർ ഫേസ് മോയ്സ്ചറൈസർ. ആൻഡ് ഇത് ഫുള്ളി തീർന്നു. ഇത് ഞാൻ യൂസ് ആക്കി മൊത്തവും തീർന്നിട്ടുണ്ട്. ഒരു തുള്ളി പോലും ഇതിനകത്തില്ല. ഇങ്ങനെ തോണ്ടി എടുക്കാനുള്ളത് വരെ ഞാൻ തോണ്ടി എടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് കുറച്ചുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാമേ. വളരെ കുറച്ചേ ഉള്ളൂ. ആൻഡ് ഇതും ഒരു ജെൽ ബേസ്ഡ് പ്രോഡക്ട്സ് ആണ് എപ്പോഴും നമ്മുടെ എന്താ നമ്മള് കോമ്പിനേഷൻ സ്കിൻ ഉള്ള ആളുകൾക്ക് ജെൽ ബേസ്ഡ് പ്രോഡക്ട്സ് ആണ് നല്ലത്. ആൻഡ് ഇതിനൊരു അടിപൊളി ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പൊ ഫ്രാഗ്രൻസ് ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പ്രശ്നമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. കാര്യം ഇത് നമുക്ക് സ്കിൻ നല്ല ഈവൻ ടോൺ ആക്കും. നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല സ്കിൻ ഈവൻ ടോൺ ആക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇത് എല്ലാവരും ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇത് ആക്ച്വലി എനിക്ക് കൊളാബായിട്ട് കിട്ടിയതാണ് ഏർത്ത് നിന്ന്. ബ്രാൻഡിന്റെ പേര് ഏർത്ത് എന്നാണ്. അവർക്ക് ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സും ഇതുപോലെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ട്. അവരെ ഒരുവിധപ്പെട്ട എല്ലാ പ്രോഡക്ട്സും നല്ല പ്രോഡക്ട്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതും അതുപോലെ കിട്ടിയതാണ്. ഇതിൽ വിറ്റമിൻ സിയും മാട്രിക്സ് 3000 ആണ് ഉള്ളത്, വേറെ ബേസിക് ഇൻഗ്രീഡിയൻസ്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതെനിക്ക് റീപർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിന് ഉള്ളിൽ മൊത്തം തീർന്നു. എന്നാലും ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു നല്ലൊരു ഗ്ലാസ് കൈൻഡ് ഓഫ് പാക്കിംഗ് ആണ്. നല്ല പമ്പ് പാക്കിംഗ് ആണ്. സോ ഈസി ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ പറ്റും. ഇങ്ങനെ അപ്ലൈ ചെയ്യാം. കണ്ടാമിനേഷൻ ഒന്നും വരുന്നില്ല. സോ ഇതിന്റെ ഒരു പാക്കേജിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതും നമ്മളങ്ങനെ വിയർക്കുന്ന ടൈപ്പ് ഒന്നല്ല. ബട്ട് ഇതൊരു കുറച്ച് ഓയിലി കൈൻഡ് ഓഫ് ആണ്. ജെൽ ബേസ്ഡ് ആണെങ്കിൽ കുറച്ചൊരു ഓയിലി ഫീലിങ്സ്, ഒരു ഗ്രീസിനെസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഇതെന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അടുത്തത് വന്നിട്ട് ഈ ഒരു ലിറ്റിൽ എക്സ്ട്രയുടെ ഒരു സെറമൈഡ് മോയ്സ്ചറൈസർ ആണ്, റൈസ് ബെറി സെറമൈഡ് മോയ്സ്ചറൈസർ. ആൻഡ് ഇത് ഓൾറെഡി എന്റെ ചാനലിൽ ഇതിന്റെ ഒരു സൺസ്ക്രീനിന്റെ ഇതിന്റെ കൂടെ ഒരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. സോ അതിന്റെ രണ്ടിന്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. സോ ഇത് വന്നിട്ട് ഇതിനകത്ത് വിറ്റമിൻ സി ഉണ്ട്, ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്, ബ്ലാക്ക് റൈസ് ഉണ്ട് ആൻഡ് വൈറ്റ് മൽബറി ഉണ്ട്. സോ ഇതിന്റെ എല്ലാം ഫങ്ഷൻസും ആൻഡ് ഇത് ഹൗ നമ്മുടെ ബോഡിയിൽ റിപ്പയർ ചെയ്യുന്നു എന്നുള്ളതും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ താല്പര്യമുള്ളത് കണ്ടു നോക്കട്ടോ. സോ ഇത് വന്നിട്ട് ഇത് നമ്മുടെ നോർമൽ ട്യൂബ് ലൈക്ക് പാക്കേജിംഗ് ആണ്. ഇതെന്ന് പറയുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന്, ഇതൊരു ക്രീം ലൈക്ക് കൺസിസ്റ്റൻസിയാണ് കണ്ടോ. ക്രീം അല്ല, ജെൽ ബേസ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടി ഒരു ക്രീം കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ്, കുറച്ചൊന്ന് തിക്കാണ്. ആൻഡ് ഇത് വിയർപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊട്ടും നമ്മൾ സ്വെറ്റ് ആക്കില്ല. ബട്ട് നമ്മുടെ മുഖത്ത് അത്യാവശ്യം നല്ലപോലെ ഡേർട്ട് ഒക്കെ ഉണ്ട്, ഡബിൾ ക്ലെൻസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടതിന് ശേഷം പിന്നെ നമ്മൾ നൈറ്റിലൊക്കെ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഒന്നും വിയർപ്പിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴും നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാറ്. ആൻഡ് അങ്ങനെ ക്ലീനിങ് പ്രോപ്പർ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഞാൻ വിയർക്കാറുമുണ്ട്. സോ ഇതും ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ കൈൻഡ് ഓഫ് വേറെ ഇറിറ്റേഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റിന്. സോ ഞാനിങ്ങനെ പ്രോഡക്റ്റ് ഒരുപാട് ഇങ്ങനെ കളയാറില്ല, സോ അതുകൊണ്ട് ഞാൻ തിരിച്ചവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുൻപ് അതൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇതൊക്കെ റെക്കമെൻഡ് ചെയ്തു, ബട്ട് സ്റ്റിൽ നിങ്ങൾ ആദ്യമായിട്ട് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സാമ്പിൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ സാമ്പിൾ വാങ്ങിച്ച് യൂസ് ആക്കി നോക്കുക. അപ്പൊ യൂസ് ആക്കുമ്പോൾ ആദ്യം അത് പൊട്ടിച്ച് ഉടനെ വാരി മുഖത്തോട്ട് തേക്കാണ്ട്, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ അത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. നമ്മുടെ ചെവിയുടെ ബാക്കിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ഈ ഒരു ഇടുക്കിലായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നെക്സ്റ്റ് ഡേ ഒരു 1 ഡേ കഴിഞ്ഞിട്ട് അവിടെ റിയാക്ഷൻസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക. കാര്യം നമ്മുടെ ബോഡിയിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ട് സ്കിന്ന് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഫേസ്. സോ അവിടെ നമ്മൾ ഇതുപോലെ നമുക്ക് പറ്റാത്ത പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പിമ്പിൾസ് വരാം, റാഷസ് വരാം, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് റിയാക്ഷൻസ് വേണമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വരാം. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാച്ച് ടെസ്റ്റ് മസ്റ്റ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കൊളാബറേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയും എനിക്ക് കിട്ടുന്ന കൊളാബ് പ്രോഡക്റ്റ് ഞാനത് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ഡേ ഞാൻ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാറുള്ളൂ. സോ അത് ഞാൻ എപ്പോഴും പാലിക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ സ്കിൻ കെയറിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം മാത്രം ഒരു പ്രോഡക്റ്റ് എടുത്ത് ട്രൈ ചെയ്യുക. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാനൊരു നൈറ്റ് ക്രീം ആണ് കാണിക്കുന്നത്. ഇത് വന്നിട്ട് റെറ്റിനോൾ ആണ്. സോ ഇതിനൊരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാവും. ഇതൊരു സ്കിൻ ഇൻസ്പയർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ആൻഡ് ഇത് റിങ്കിൾ പ്രൊട്ടക്ഷനും ആന്റി ഏജിങ്ങും ഒക്കെ തരുന്നുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ഇത് ഒരു ജെൽ ബേസ്ഡ് അല്ല, ഇതൊരു ക്രീം ലൈക്ക് പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇതിന് എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിന്റെ പാക്കേജിംഗ് ആണ്. ഇതിങ്ങനെ പമ്പ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇതും കണ്ടാമിനേഷൻ ഒന്നും വരില്ല. സോ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പറയുമ്പോൾ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇതൊരു ജെൽ ബേസ്ഡ് പോലാണ്. ആൻഡ് നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ള ഒരു മണമാണ്. എനിക്ക് ഇതിന്റെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾ ഒരു റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു താല്പര്യം ഉണ്ട്, ഒരു 25 ഒക്കെ കഴിഞ്ഞു, ഇനി നമ്മുടെ സ്കിന്നിന് ആന്റി ഏജിങ് കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ് ഈ ഒരു സ്കിൻ ഇൻസ്പയറിന്റെ റെറ്റിനോൾ നൈറ്റ് ക്രീം. ആൻഡ് ഇറ്റ്സ് ഗുഡ്. ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മളെപ്പോഴും ഒരു സിറപ്പിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് കൊളാബായിട്ട് കിട്ടിയതാണെങ്കിൽ കൂടിയും ഇറ്റ്സ് ഗുഡ്. ആ ഒരു അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഒക്കെ തരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും റെറ്റിനോൾ യൂസ് ചെയ്യരുത്. സോ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ്സിൽ യൂസ് ആക്കുക. റെറ്റിനോൾ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ഡേ, വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം റെറ്റിനോൾ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി അധികം സെൻസിറ്റീവ് ആക്കും അപ്ലൈ ചെയ്ത് നെക്സ്റ്റ് ഡേ. സോ നമ്മൾ സ്കിന്നിലോട്ട് നെക്സ്റ്റ് ഡേ സൺലൈറ്റ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാണ്ട് നമ്മൾ സണ്ണിന്റെ അണ്ടറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടില്ല. UV റേസ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്നിൽ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ സൺസ്ക്രീൻ മസ്റ്റ് ആണ് ദ നെക്സ്റ്റ് ഡേ. സൺസ്ക്രീൻ എപ്പോഴും മസ്റ്റ് ആണ്, എന്നാലും റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവെയർ ആയിരിക്കുക. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ അറിഞ്ഞിട്ട് വേണ്ടി മാത്രം റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഒരു 25 കഴിഞ്ഞിട്ടാണ് നല്ലത്. കുറച്ചും കൂടി യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഒരു ഏജ്, റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏജ് എന്ന് വെച്ചാൽ ഒരു 25+ ഒക്കെയാണ്. അപ്പോഴാണ് നമ്മുടെ സ്കിൻ കുറച്ച് ഏജ് ആയിട്ടൊക്കെ തുടങ്ങുന്നത്. സോ ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ഇത് ഇത്രയാണ്, ഇത് 5 എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്. ആൻഡ്
ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു മോയ്സ്ചറൈസറിനെ പറ്റി ഇനി അധികം എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തിരുന്നാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ അത് പറയാം. ആൻഡ് ഇനി എന്തെങ്കിലും ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഫീഡ്ബാക്കിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഫീഡ്ബാക്സ്, സജഷൻസ് എന്ത് തന്നെ ആയിക്കോട്ടെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.